നമസ്കാരം. തടഞ്ഞുവെച്ച ബില്ലുകൾ സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയിൽ തമിഴ്നാട് ഗവർണർ RN രവി നിയമപോരാട്ടം തുടർന്നേക്കുമെന്ന് സൂചന. പുനഃപരിശോധനാ ഹർജി നൽകിയേക്കും. ഡൽഹിയിലെത്തി രാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, നിയമമന്ത്രി എന്നിവരുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തും. കൂടാതെ അറ്റോർണി ജനറലെയും സോളിസിറ്റർ ജനറൽ എന്നിവരെയും കാണും. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. ആഭ്യന്തര മന്ത്രാലയം വിളിപ്പിച്ചതാണോ എന്ന് വ്യക്തമല്ല. അമിത്ഷായെ രവി കാണുമെന്നാണ് സൂചന. ബില്ലുകൾ തടഞ്ഞുവെച്ചതിനെതിരായ സുപ്രീം കോടതി ഉത്തരവിനെതിരെ നിയമപോരാട്ടം നടത്തുന്നതിൽ കൂടിയാലോചനകൾ നടത്തുമെന്നും അഭ്യൂഹമുണ്ട്. സുപ്രീം കോടതി ഉത്തരവ് വന്ന് 10 ദിവസമായെങ്കിലും ഗവർണർ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഗവർണർ പദവിയിൽ RN രവിയുടെ കാലാവധി അവസാനിച്ചതാണ്. സംസ്ഥാനത്തിന്റെ ഉപദേശത്തിന് വിരുദ്ധമായി ബില്ലുകൾ തടഞ്ഞുവെക്കുകയോ രാഷ്ട്രപതിക്ക് അയക്കാനോ തീരുമാനിച്ചാൽ പരമാവധി 3 മാസത്തിനുള്ളിൽ ഗവർണർ തീരുമാനമെടുക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ആർട്ടിക്കിൾ 200 പ്രകാരം ഗവർണർക്ക് യാതൊരു വിവേചന അധികാരവുമില്ല. ആർട്ടിക്കിൾ 200-ൽ ഇളവ് ലഭിക്കുന്നതല്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. ഗവർണർ പ്രവർത്തിക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉപദേശത്തിന് അനുസരിച്ചാകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. ഒരു ബില്ല് വീണ്ടും നിയമസഭ പാസാക്കി ഗവർണർക്ക് നൽകിയാൽ അത് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയില്ല. രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി 10 ബില്ലുകൾ നീക്കിവെച്ച തമിഴ്നാട് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ബില്ലിൽ തീരുമാനമെടുക്കാൻ ഗവർണർക്ക് മുന്നിൽ 3 സാധ്യതകളുണ്ട്. 1. അനുമതി നൽകുക. 2. അനുമതി നിഷേധിക്കുക. 3. ബില്ല് രാഷ്ട്രപതിക്ക് അയക്കുക. ഗവർണർ അനുമതി നിഷേധിച്ചാൽ ആർട്ടിക്കിൾ 200-ലെ ആദ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന നടപടി എത്രയും വേഗം അദ്ദേഹം പിന്തുടരണം. ബില്ല് ഗവർണർക്ക് നൽകിയാൽ ആർട്ടിക്കിൾ 200-ലെ ഏതെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണെന്നും കോടതി പറഞ്ഞു. തമിഴ്നാട് ഗവർണർ തടഞ്ഞുവെച്ച 10 ബില്ലുകളാണ് സുപ്രീം കോടതി ഉത്തരവിലൂടെ നിയമമായത്. സുപ്രീം കോടതി ഉത്തരവ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തതിന് പിന്നാലെ തമിഴ്നാട് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി. ആദ്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാകുന്നത്.